ഹായ് ഓൾ, വെൽക്കം ടു എയ്സാപ്പ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. സോ നിങ്ങൾ ഏറെ കാത്തിരുന്ന ആ ഒരു UPST റിസൾട്ട് വന്നിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എയ്സിനെ സംബന്ധിച്ച മറ്റൊരു പൊൻതൂവൽ കൂടിയാണ്. നമുക്ക് പ്രധാനപ്പെട്ട 2 ജില്ലകളിൽ ഒന്നാം റാങ്ക് നേടാൻ സാധിച്ചു. മാത്രമല്ല വിവിധ ജില്ലകളിൽ ആദ്യ 10 റാങ്കിനുള്ളിൽ നമ്മുടെ കുട്ടികൾക്ക് എത്താൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു എയ്സിൻ്റെ വിജയത്തിന് കൂടുതൽ ആ ഒരു തിളക്കം നൽകിയ 2 വ്യക്തികൾ, അതായത് പാലക്കാട് ജില്ലയിൽ മാളവിക പ്രേമെന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അശ്വിനി ദാസ്, ഇവർക്ക് ആണ് ഒന്നാം റാങ്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാം റാങ്ക്, അതായത് മലപ്പുറം ജില്ലയിൽ നവാസ് ഓക്കെ ആണ് രണ്ടാം റാങ്ക്. അതുപോലെ പാലക്കാട് വർഷ എസ് മൂന്നാം റാങ്ക് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ജസ്റ്റിൻ ലമാച്ച് എന്ന് പറയുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥിക്ക് 4ാം റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6, 7 അനൂപി, വിന്ദുജ PM. വിന്ദുജ PM എന്ന് പറയുന്നത് LPSTയുടെ ഒന്നാം റാങ്കുകാരിയാണ്. നിങ്ങൾ എയ്സ് ആപ്പിലൂടെ വിന്ദുജയുടെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 8ാം റാങ്ക് ഇർഫാൻ M, 9ാം റാങ്ക് തൃശ്ശൂർ ജില്ലയിൽ ഫാത്തിമ ഹുദായം. നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ആദ്യ 10 റാങ്കിലുള്ള ഉൾപ്പെട്ട ആളുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് റാങ്കുകൾ എയ്സിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ HSA എക്സാംസിൻ്റെ റിസൾട്ട് ഇനി വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എയ്സിൻ്റെ ചരിത്രം വീണ്ടും തുടരും. HSA ആണെങ്കിലും LPSC ആണെങ്കിലും UPST ആണെങ്കിലും റാങ്ക് ലിസ്റ്റുകളിൽ നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ HSST നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും HSSTയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന HSST ഹിസ്റ്ററി പരീക്ഷയിലെല്ലാം 2, 3, 4, 5, 6 റാങ്കുകളെല്ലാം നമ്മുടെ കുട്ടികളായിരുന്നു. സോ HSST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എയ്സിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. അതിന് ഞങ്ങൾ കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ കുട്ടികളുടെ റിസൾട്ട് തന്നെയാണ്. ഇതുപോലെ LPSCയും UPSCയും പോലെയുള്ള റിസൾട്ടുകൾ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, പല റാങ്കുകൾ നേടി ഒരുപാട് പേരുണ്ടാവും. സോ അവർ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അവരുടെ ആ ഒരു റാങ്ക് സേഫ് സോൺ ആണോ? കഴിഞ്ഞ ലിസ്റ്റിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്? ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റാങ്ക് നല്ല റാങ്ക് ആണോ? അത് സേഫ് സോൺ ആണോ? എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിലവിലെ ലിസ്റ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥ എന്താണ്, അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 2025 ഒക്ടോബർ 10 നിലവിൽ വന്ന ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 550 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റ് ആണെങ്കിൽ 487 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിന്റെ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ആകെ അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ PSC സൈറ്റിൽ നിന്നെടുത്ത ഒഫീഷ്യൽ ഡാറ്റയാണ്. സോ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ആ ലിസ്റ്റിൽ നിന്നും നടത്തിയിട്ടുള്ള ഒക്ടോബർ 9 കാലാവധി അവസാനിച്ച ആ ലിസ്റ്റിൽ നിന്നുള്ള ആകെ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 365 ആണ്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 256-നാണ് ജോലി, ഈ ഒരു അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതുപോലെ കൊല്ലം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ 212 പേര് ഈ ഒരു ലിസ്റ്റിൽ, പുതിയ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലുണ്ട്. 206 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. ഇനി കഴിഞ്ഞ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 172 പേർക്ക് ടോട്ടൽ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. OC ആണെങ്കിൽ 120 ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഇനി ഇലക്ഷനൊക്കെ വരികയല്ലേ, പഞ്ചായത്ത് ഇലക്ഷൻ വരാനുണ്ട്, നിയമസഭ ഇലക്ഷൻ വരാനുണ്ട്. സോ അത് ഞങ്ങളുടെ ജോലിയെ ബാധിക്കുമോ, അത് വാക്കൻസി കുറയാൻ കാരണമാവുകയോ ചെയ്യോ എന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. നിങ്ങൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വേണ്ട നല്ല റാങ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾക്കുള്ള ജോലി അവിടെ സേഫ് ആണ്.
അങ്ങനെയുള്ള ആശങ്കകളൊന്നും നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വാക്കൻസി അവിടെ തന്നെ ഉണ്ടാവും. ഒരുപാട് പേര് ഡിമോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തെ പിന്തുടർന്ന് നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വരുന്ന എക്സാമിന് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ ആ വാക്കൻസിയെ കുറിച്ചുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ HSST ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 98 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 110 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ അഡ്വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ 49 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 28 പേർക്ക്. ക്ലിയർ ആണല്ലോ. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 218 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 192 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 138 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്, 113 ആണ് OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ 104 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 110 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 91 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്, 69 ആണ് OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഇടുക്കി ജില്ലയാണെങ്കിൽ 123 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ 107 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. 75 പേർക്കാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്. OCയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 51 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ അഡ്വൈസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടൂലേ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. മേ ബി ഈ ഒരു വർഷം ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അഡ്വൈസുകൾ പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് മേ ബി നിങ്ങൾ എന്താണ്, സേഫ് സോണിലാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷനൊക്കെ ഒഴിവാക്കുക. ക്ലിയർ ആണല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ക്വാളിഫിക്കേഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. HSST നോട്ടിഫിക്കേഷനൊക്കെ വരാനിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എയ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഭാഗമാവാം. ഇതുപോലെ 1ാം റാങ്കും 2ാം റാങ്കും ആ വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് ഞങ്ങളുടെ ഉറപ്പ് തന്നെയാണ്. ഓക്കെ ആണല്ലോ. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 231 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 219 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 183 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത്, 151 പേർക്ക് 151 ആണ് OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു തെക്കൻ ജില്ല അല്ലെങ്കിൽ ഒരു മധ്യ കേരളത്തിലെ ആ ഒരു കഴിഞ്ഞ ലിസ്റ്റിലെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിലെയും സപ്ലിമെന്ററിലെയും ലിസ്റ്റിലെ കണക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാലക്കാട്, മലപ്പുറം ഒക്കെ ജില്ലകളിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ തൃശ്ശൂർ, ഓക്കെ, ഇത്തവണ ആദ്യം റിസൾട്ട് വന്ന ജില്ലയാണെന്ന് തോന്നുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ 330 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 305 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 235 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്, 189 ആണ് OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് വരുവാണെങ്കിൽ 333 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 312 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ടോട്ടൽ അഡ്വൈസ് ഒക്ടോബർ 9 അവസാനിച്ച കഴിഞ്ഞ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്രയാണ്, 240 ആണ് ആകെ അഡ്വൈസ് പോയിട്ടുള്ളത്. OCയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്, 206 ആണ്. ഓക്കെ. ഇനി മലപ്പുറം ജില്ല, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ് എണ്ണം എത്രയാണ്, 641 ആണ്. മലപ്പുറം ജില്ല പറയുമ്പോൾ, മലപ്പുറവും പാലക്കാടും പറയുമ്പോൾ തീർച്ചയായിട്ടും 1ാം റാങ്ക് നമ്മുടെ എയ്സിനാണ്. മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും 1ാം റാങ്ക് എയ്സിനാണ്. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന HSCയിലൊക്കെ തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓരോ സബ്ജക്റ്റുകളിലും 1ാം റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഉറപ്പെന്ന്, ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് വരുവാണെങ്കിൽ 558 പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 512 പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. OCയുടെ റാങ്ക് എത്രയാണ്, 431 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി കോഴിക്കോട്ടേക്ക് വരുവാണെങ്കിൽ 524 പേര്
മെയിൻ ലിസ്റ്റിലുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 501 പേരുണ്ട്. അതുപോലെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 362 പേർക്ക് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. OCയുടെ റാങ്ക് എത്രയാണ്? 283 സോ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒഫീഷ്യൽ ഡാറ്റയാണ്. PSC സൈറ്റിൽ നിന്ന് ഇന്നേ ദിവസം എടുത്തിട്ടുള്ള ഡാറ്റയാണ്. അതുകൊണ്ട് ഇതാണ് കൃത്യമായ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി വയനാട് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ 124 പേര് മെയിൻ ലിസ്റ്റിൽ, 121 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ 90 അഡ്വൈസ് ടോട്ടലി പോയിട്ടുണ്ട്. 72 OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി കണ്ണൂർ ജില്ലയാണെങ്കിൽ 266 മെയിൻ ലിസ്റ്റിലെ കാൻഡിഡേറ്റ് എണ്ണം. 251 ആണെങ്കിൽ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണമാണ്. അതുപോലെ തന്നെ 207 അഡ്വൈസ് ആണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളത്. അതുപോലെ 149 OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി കാസർഗോഡ്, ഏറ്റവും അവസാനത്തെ ജില്ലയായ കാസർഗോഡിലേക്ക് വരുവാണെങ്കിൽ 555 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണെങ്കിൽ 535 പേര്. ഇനി കഴിഞ്ഞ വർഷം 430 അഡ്വൈസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ഒരു ജില്ല തന്നെയാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്നല്ല, അതിലൊന്നാണ്, നിയമനങ്ങൾ നടന്ന അതിലൊന്നാണ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. 293 OCയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആ ലിസ്റ്റിലെ അഡ്വൈസിൻ്റെ കണക്ക്. അതുപോലെ ഒക്ടോബർ 10, 2025 വന്ന ആ ഒരു ലിസ്റ്റിലെ കണക്കുകളാണ് ആദ്യ 2 കോളത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ സേഫ് സോണിലാണോ അല്ലേ? ഒരു മിഡിൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നല്ല റാങ്ക് നേടാൻ സാധിച്ചു, എനിക്ക് മെയിൻ ലിസ്റ്റിൽ എത്താൻ സാധിച്ചു, പക്ഷേ എനിക്ക് ജോലി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നല്ല വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്യും. ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. അതൊന്നും നിങ്ങളുടെ വാക്കൻസിയെ ബാധിക്കുന്നതല്ല. നിങ്ങൾക്കുള്ള വാക്കൻസി ഷുവറായിട്ടും കിട്ടും. അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ ആണല്ലോ. സോ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു അധ്യാപക ആ ഒരു ജോലിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റട്ടെ, എത്രയും വേഗത്തിൽ തന്നെ എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എയ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുകയാണ്. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നിങ്ങളുടെ ആ ഒരു സർക്കാർ ജോലി, ഒരു അധ്യാപക ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ UPSC വിജയത്തിൽ എയ്സ് ഒരു നിർണായക ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ഫാക്കൽറ്റിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് പരീക്ഷക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.